മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തെരളിയപ്പമാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചാണ് ഞാൻ ഇവ തയ്യാറാക്കി എടുക്കുന്നത്. ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ മെഷർ ചെയ്ത് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതോടൊപ്പം ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ അരിപ്പൊടിയും അതിന് ചേർന്ന വെള്ളവുമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് ചിലപ്പം വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരും. കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് അന്നേരം തന്നെ നമ്മൾ ഇളക്കി എടുക്കുകയും വേണം. വെള്ളം നല്ല വെട്ടിത്തിളച്ചിരിക്കുകയാണല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അരിപ്പൊടി ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഇടിയപ്പം പത്തിരിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അരിപ്പൊടിയെല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. വരട്ടിയ ചക്ക വെച്ചിട്ടുള്ള കുമ്പിളപ്പമാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ 3/4 കപ്പ് അരിപ്പൊടി എടുത്തതുകൊണ്ട് 1.25 കപ്പോളം വരട്ടിയ ചക്കയാണ് എടുത്തേക്കുന്നത്. ശർക്കരയും ഏലക്കാപ്പൊടിയും ഒക്കെ ചേർത്ത് വരട്ടിയതായതുകൊണ്ട് ഇനി നമ്മളിവിടെ അഡീഷൻ മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തണുപ്പുണ്ടല്ലോ, നമ്മൾ ഫ്രീസറിൽ വെച്ചാണല്ലോ ഈ ചക്ക വരട്ടിയതൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി അരിപ്പൊടിക്ക് അതോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പവും കൂടിയാണ്. ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ ഇതുപോലെ വരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. കുമ്പിളപ്പം ഉണ്ടാക്കാനാണെങ്കിലും ഇലയപ്പം ഉണ്ടാക്കാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ചക്ക വരട്ടിയെടുത്തപ്പോൾ ഗീയൊക്കെ ചേർത്തത് കൊണ്ട് ഞാനിവിടെ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വരട്ടിയ ചക്കയും അരിപ്പൊടിയും കൂടെ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട്. ചൂടാറിയിരിക്കുന്ന ഈ മിക്സിനകത്തോട്ട് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ചക്ക എടുത്ത അതേ അളവിൽ തന്നെയാണ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നത്. നല്ല പൊടിയായിട്ട് തിരുമിയ ഒരു 1.25 കപ്പ് തേങ്ങ ചിരകിയതൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇവിടെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഈ ചക്ക വരട്ടിയെടുത്തത്. അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് തന്നെയാണ്. ചക്ക വരട്ടിയതും കുമ്പിളപ്പം തയ്യാറാക്കി എടുക്കാനുള്ള വഴണ്ണയിലയും അത് കുത്താനുള്ള ഈർക്കിലിയും എല്ലാം എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ്. കറക്റ്റായിട്ട് എല്ലാ സാധനവും സെറ്റ് ചെയ്ത് തന്നെ എനിക്ക് കൊണ്ടു തന്നേക്കുന്നത്. ആദ്യം ഞാൻ ഈ വഴണ്ണയിലെല്ലാം ഒന്ന് കുമ്പിൾ കുത്തി എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണല്ലോ. വഴണ്ണയിലെ കുമ്പിളപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊന്ന് വേറെ തന്നെയാണ്. ആവി കയറുമ്പോൾ തന്നെ കിച്ചണിലെല്ലാം ആ ഒരു സ്മെല്ല് കൊണ്ട് നിറയുകയും ചെയ്യും. ഇനി ഓരോ കുമ്പിളിലും ആവശ്യമായിട്ടുള്ള മാവ് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഒത്തിരി അങ്ങ് കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ കുറേശ്ശെ മാവ് വെച്ചാണ് ഞാനിത് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വെള്ളം നല്ലതുപോലെ ചൂടായ ശേഷമാണ് ഞാൻ ഈ കുമ്പിളെല്ലാം ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കുന്നത്. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമുക്കൊന്ന് ആവി കൊള്ളിച്ചെടുക്കണം. നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേവിന് വ്യത്യാസം വരും. ഇവിടെ ഞാൻ 20 മിനിറ്റാണ് ആവി കൊള്ളിച്ചെടുത്തേക്കുന്നത്. കറക്റ്റായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ആ വഴണ്ണയിലയുടെ മണമൊക്കെ അടിച്ച് നല്ല ഒരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ചക്കയൊക്കെ അധികം കിട്ടുമ്പോൾ ഇതുപോലെ വരട്ടി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കില്ലാത്ത സമയങ്ങളിലും ഇതുപോലെ കുമ്പിളപ്പമൊക്കെ തയ്യാറാക്കി എടുക്കാം. അരിപ്പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗോതമ്പ് പൊടി കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വരട്ടിയ ചക്ക കൊണ്ട് തയ്യാറാക്കിയ കുമ്പിളപ്പം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്. ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.